സിസ്റ്റമാറ്റിക് പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു ലോണ്ടറിയും ഫെയിലർ അല്ല. അതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പറഞ്ഞ 20 കസ്റ്റമറിൽ ആഡ് ചെയ്തത് 6 മാസത്തെ പണിയുള്ളൂ നമുക്ക്. ദെൻ ലൈഫ് ലോങ് മൊത്തം ദിസ് ഈസ് അവർ ട്രസ്റ്റഡ് കസ്റ്റമർ, അസറ്റാണ്. പക്ഷേ ഈ അസറ്റ് എന്ന് പറഞ്ഞ ഈ കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിലേ നമ്മൾ കൃത്യമായിട്ട് അവൻ്റെ ക്ലോത്ത് നല്ല സർവീസ് കൊടുക്കണം. അതല്ലാണ്ട് അവൻ നിങ്ങൾക്ക് കുറച്ച് 19 രൂപയുടെ സോപ്പ് ഓയിൽ ഇട്ട് ഇളക്കാനല്ല തന്നത്, 24 രൂപയുടെ കാരത്തി മുക്കി വാഷ് ചെയ്യാനല്ല തന്നത്, 25 രൂപയുടെയും 30 രൂപയുടെയും ടാൽക്കം പൗഡറും സ്ലറിയും കൂടി മിക്സ് ചെയ്തിട്ട് ഞങ്ങളൊരു കുടുംബശ്രീക്കാർക്ക് ഉണ്ടാക്കുമല്ലോ അതുപോലത്തെ ട്രഡീഷണൽ പൗഡറിൽ മുക്കി ചെയ്യാനല്ല തന്നത്. ഒരു അർമാണി എക്സ്ചേഞ്ച് തരുന്ന വരുന്നത് 12,000 രൂപയുടെ അർമാണി കൊണ്ട് ഈ പറയുന്ന ലോണ്ടറി തന്നെങ്കിൽ ദേ നീഡ് ടു ബി ഗെറ്റ് എ ട്രസ്റ്റ്. ഇതില്ലാത്ത അടുത്ത് നിങ്ങൾ ലോണ്ടറി തുടങ്ങിയിട്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ അവർ കൺസിഡർ ചെയ്യാൻ പോകുന്ന വൺ ഓഫ് ദ ന്യൂ ലോണ്ടറി, ഇതിനെ കൂടി ഒന്നും നിങ്ങൾ കൺസിഡർ ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ദാറ്റ് മീൻ ലോണ്ടറി ഡ്രൈ ക്ലീനിങ് ബിസിനസ് എത്ര നാൾ കൊണ്ട് ലാഭം ഉണ്ടാക്കാവോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഒരൊറ്റ മറുപടി എനിക്കുള്ളത്, സബ്ജക്റ്റ് ടു ദ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, സബ്ജക്റ്റ് ടു ദ പ്ലാൻ, സബ്ജക്റ്റ് ടു ദ ലൊക്കേഷൻ, ഇറ്റ്സ് വേരി. അല്ലാണ്ട് ഒരു കാരണവശാലും അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കമ്പാരിസൺ തന്നെ എടുക്കണം. ഒരു റൂറൽ ഏരിയയിൽ ഒരു റൂമിൻ്റെ റെൻറ്റിന് 3000 രൂപയാണെങ്കിൽ ഇതേ സെയിം ഞാൻ ഒരു മെട്രോയിലേക്ക് വന്നാൽ 35,000-40,000 രൂപ കൊടുക്കണം. അപ്പം 35,000 രൂപ 40,000 രൂപ കൊടുക്കണവനും ഒരു ഷർട്ടിന് ഒരേ റേറ്റ്, 3000 രൂപ കൊടുക്കണവനും ഒരു റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ഇമാജിൻ, നമുക്കൊരിക്കലും പറ്റില്ല. അപ്പം സിസ്റ്റമൈസ് ആയിരിക്കണം ലോണ്ടറി എന്നുള്ളതാണ് അവിടെ വേണ്ടത്.